ശ്രീ രാമേന്ദ്രൻ്റെ വീട് സന്ദർശിച്ചു. കുറേ ദിവസങ്ങളായി നമ്മുടെ എല്ലാം മനസ്സിൽ വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം. അതും അതിർത്തിയിൽ ഭീകരവാദികളുടെ വെടിയേറ്റ് മരണപ്പെടുകയാണ് ഉണ്ടായത്. സ്വന്തം മകളുടെ കുഞ്ഞുങ്ങളുടെ ഒക്കെ മുന്നിൽ വെച്ചാണ് അദ്ദേഹം കൊല ചെയ്യപ്പെട്ടത്. അതിശക്തമായി ഭീകരവാദത്തിനെതിരെ പ്രതിഷേധം നമ്മളെല്ലാം സൂചിപ്പിക്കേണ്ടതാണ്. നല്ല പ്രതിരോധം തീർക്കേണ്ടതാണ്. അത് മുഴുവൻ മനുഷ്യരുടെയും മനസ്സിൽ ഇത്തരത്തിലുള്ള തീവ്രവാദത്തിനും ഭീകരവാദത്തിനും എതിരായിട്ടുള്ള വികാരം ഉണർത്തിക്കൊണ്ടാവണം. ജാതി മതഭേദമില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രതികരിക്കേണ്ട അവസ്ഥയാണിത്. ഇതിൽ നമ്മെ ഏറ്റവും അധികം നമുക്ക് ശ്രദ്ധേയമായി വന്നിട്ടുള്ളൊരു കാര്യം ബഹുമാന്യനായിട്ടുള്ള രാമേന്ദ്രൻ്റെ മകൾ ആരതിയുടെ ഇടപെടലുകളും പ്രതികരണങ്ങളുമാണ്. സ്വന്തം അച്ഛൻ മരിച്ചു വീണതിൻ്റെ പ്രയാസം ഉള്ളിൽ നിറഞ്ഞു നിൽക്കുമ്പോഴും ആ കുട്ടി വളരെ റീസണബിളായിട്ട് അവിടെ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. കുട്ടികളെ, അമ്മയെ, അവരെയെല്ലാം സംരക്ഷിക്കുക എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടി അവളെ വളരെ കരുത്തോടു കൂടി ഇടപെടാൻ സാധിച്ചു. കുഞ്ഞുങ്ങളെ രക്ഷിച്ചു. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രമാത്രം പ്രയാസം ഉള്ളിൽ ഒതുക്കിയിട്ടാണ് ഒരു അപകടത്തിൻ്റെ മുന്നിൽ അത്തരമൊരു സമീപനം സ്വീകരിക്കുന്നത് എന്നതാണ്. മാത്രമല്ല, വളരെ പെട്ടെന്ന് മനുഷ്യർ തമ്മിൽ ചേരിതിരിഞ്ഞു പോകുമായിരുന്ന ഒരു പ്രശ്നത്തിൽ ആരതിയുടെ അവളുടെ അഭിപ്രായം, അവിടെയുള്ള സഹോദരങ്ങൾ അവരെന്നെ രക്ഷിച്ചു. അതിലൊന്നും ജാതിയും മതവും ഇല്ല. നമ്മളിതിൽ കാണേണ്ടത് മതപരമായിട്ടുള്ള വർഗീയത ഭീകരവാദമായിട്ട് മാറുന്നു. ഭീകരവാദത്തെ ചെറുക്കാൻ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാലേ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ തികച്ചും മതേതരമായി നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ, നമ്മുടെ രാജ്യത്തിലെ എല്ലാ പ്രജകളെയും സംരക്ഷിക്കാൻ ഭീകരവാദത്തെ ശക്തമായിട്ട് ചെറുക്കേണ്ടതായിട്ടുണ്ട്. അതിന് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിലകൊള്ളണം. ഈ കുടുംബത്തിൻ്റെ ദുഃഖം ഈ നാടിൻ്റെ ദുഃഖമാണ്, നാടിൻ്റെ പ്രശ്നമാണ്. അത് ആ രീതിയിൽ തന്നെ ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നമുക്ക് നമ്മുടെ നാടിനെ സംരക്ഷിക്കാനും ഭീകരവാദത്തിൽ നിന്ന്, മതഭീകരവാദത്തിൽ നിന്ന്, മത തീവ്രവാദത്തിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കാനും നമുക്ക് ഈ സമയത്ത് പ്രതിജ്ഞയെടുക്കാം എന്ന് മാത്രമേ